നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചും ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ്. രണ്ട് വിശേഷാൽ ചിത്രങ്ങളാകുന്നു. ആദ്യത്തെ ചിത്രം പരുന്തിന്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം തൃശൂലമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടിലൊരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും ഓം നമോ നാരായണായ എന്നോ ഓം നമശിവായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ജീവിത വിജയങ്ങൾ നേടിയെടുക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അത് തൊഴിൽപരമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. അത്തരം കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാത്തതായ കാര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ അതേപോലെ ജീവിതത്തിൽ സംഭവിക്കാത്തതായ സാഹചര്യം, കടബാധ്യതകളോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഏറുന്നതായ സാഹചര്യം, ഇതിൽ നിന്നും ചില മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ജോലി, സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. ഉയർച്ചയുള്ള കാലമായി തന്നെ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ വന്നു ചേരാം. അതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. അത് വിദ്യയിൽ ഉയർച്ച നേടുന്നത് വഴി നിങ്ങൾക്ക് കുടുംബാംഗങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുവാനും വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുന്നതിലൂടെ ഭാവി സുരക്ഷിതമാക്കുവാനും സാധിക്കും. അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. എന്നാൽ ഇപ്പോൾ പ്രധാനമായും അനുഭവിക്കുന്നതായ പ്രശ്നം ധനപരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. മാനസികപരമായ ചില വിഷമതകളും നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നുള്ള മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും എങ്കിൽ പോലും ഉടനെ തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. ക്രമേണ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയുടെ സഹായത്താലോ അഥവാ സ്വയം ചിന്തിച്ച് തന്നെ പ്രവർത്തിക്കുന്നതിനാലോ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. അത്തരം കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ കൺമുൻപിൽ തെളിയുന്നതായ സാഹചര്യമാണ്. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഇത്തരം കാര്യങ്ങൾ വീക്ഷിക്കുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരും. ദൈവാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാനസിക വിഷമതകൾ കുറയുവാൻ സമയമെടുക്കും എങ്കിലും കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. രോഗദുരിതങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകലുന്നതായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ പ്രധാനമായും അന്നദാനത്തിന്റെ ഭാഗമാകുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. പ്രത്യേകിച്ചും അനുഭവിക്കുന്നതായ ചില ദുരിതങ്ങൾക്ക് മോചനങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. അന്നദാനത്തിന്റെ ഭാഗമാകുവാൻ ഏവരും ശ്രമിക്കുക.
രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ആഗ്രഹ സാഫല്യമാകാം. പ്രതീക്ഷിക്കാതെ തന്നെ ആഗ്രഹം ജീവിതത്തിൽ നടന്നു എന്ന് വരാം. മനസ്സിലുള്ള പല ആഗ്രഹങ്ങളിൽ ചിലതെങ്കിലും നടക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രത്യേകിച്ചും 41 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. വിദ്യയുമായി ബന്ധപ്പെട്ടോ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടോ ദാമ്പത്യം, ധനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉരുത്തിരിയുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ സഹായത്താലോ അല്ലെങ്കിൽ സ്വയമേവ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനോ സാധിച്ചു എന്ന് വരാം. പുരോഗതി പല കാര്യങ്ങളിലും ദൃശ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാവുന്ന, അത് ആഗ്രഹിച്ചതായ കാര്യമാണ് എങ്കിലും ആത്മാർത്ഥമാണ് ശ്രമം എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഈശ്വരൻ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം തന്മൂലം വന്നു ചേരും. സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന സമയം തന്നെയാണ്. അതിനാൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും. ദിവസവും അതിനാൽ ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ള സാധ്യതകൾ നാൾക്കുനാൾ വർദ്ധിച്ച് വരും. അപ്രതീക്ഷിതമായി ആ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. പുതിയ ചില വ്യക്തികൾ മൂലം ജീവിതത്തിൽ ചില അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യത്തിനോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങൾക്കും അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രധാനമായും സുഹൃത്ത്, ഗുരു, ഇത്തരത്തിൽ പല രൂപേണ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരാം. തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപോ ചിലരുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അത് ജീവിതത്തിൽ വളരെ പ്രാവർത്തികമായി തീരുകയും ചെയ്യും. സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയോ ഗുരുക്കന്മാർ അല്ലെങ്കിൽ ഗുരു ജീവിതത്തിലേക്ക് കടന്നു വരികയോ ജീവിതത്തിൽ അത്തരം ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. കളങ്കമില്ലാത്ത മനസ്സിൻ്റെ ഉടമകൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷവും കടന്ന് വരാവുന്നതാണ്. എന്നാൽ ചെറിയ കാര്യങ്ങളിൽ പോലും വിഷമിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ കൂടി ഒഴിവാക്കി നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാൻ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ സമയം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല അനുകൂലമായ കാര്യങ്ങളും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഭവിക്കുന്നതായ സമയം.